13 വയസ്സുവരെ മാത്രം ജീവിച്ച ഫിലിപ്പീൻസിലെ ലവോഗ് രൂപത അംഗമായ നിന റൂയിസ് അബാദയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് മാതൃരൂപത. ഗുരുതരമായ ഹൃദ്രോഗമായ ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി മൂലം മരണമടഞ്ഞ് 3 പതിറ്റാണ്ടുകൾക്കു ശേഷമാണ് സഭയുടെ ഈ നീക്കം എന്നതും ശ്രദ്ധേയം. നീനയുടെ രീതികളും മറ്റും അധ്യാപകരും സഹപാഠികളും ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. ജീവിച്ചിരുന്ന കാലത്ത് ദിവ്യകാരുണ്യത്തോടും പരിശുദ്ധ മറിയത്തോടും അഗാധമായ ഭക്തി നിന റൂയിസ് അബാദ പ്രകടിപ്പിച്ചിരുന്നു. ദൈവത്തിനായിരുന്നു അവൾ പ്രഥമ സ്ഥാനം നൽകിയിരുന്നതെന്ന് നിനയെ ലവോഗിലെ പ്രൈമറി ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപിക എലിസ സാംസൺ പറയുന്നു. എപ്പോഴും ആദ്യം ദൈവം എന്നവൾ പറയുമായിരുന്നുവെന്നും എലിസ സാംസൺ ഓർക്കുന്നു. ക്ലാസ്സിൽ നൊവേനകളും ക്രിസ്തീയ ചിഹ്നങ്ങളും കൊണ്ടുവരികയും ക്ലാസ്സിലെ സഹപാഠികൾക്ക് വിതരണം ചെയ്തതായും സഹപാഠികൾക്ക് ജപമാലകളും സുവിശേഷവാക്യങ്ങളുടെ സ്റ്റിക്കറുകളും സമ്മാനിച്ചിരുന്നതായും അങ്ങനെ കൊച്ചുപ്രായത്തിൽ തന്നെ തന്നാൽ കഴിയുന്ന രീതിയിൽ സുവിശേഷ പ്രഘോഷണം നടത്താൻ അവൾ ഉത്സാഹിച്ചിരുന്നതായും അവർ സാക്ഷ്യപ്പെടുത്തുന്നു. ചാപ്പലിൽ പ്രാർത്ഥിക്കാനും ദിവ്യബലിയിൽ പങ്കെടുക്കാനും തങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നതായി അവളുടെ സഹപാഠികൾ അനുസ്മരിക്കുന്നു. അവൾ ക്ലാസ് മുറിയിലോ കളിക്കളത്തിലോ ഇല്ലെങ്കിൽ അവൾ ചാപ്പലിലാണെന്ന് ഉറപ്പിക്കാമെന്ന് സഹപാഠിയായ മരിയ ലഗുഡു പറയുന്നു. രോഗത്തിന്റെ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നെങ്കിലും അവൾ അത് ഒരിക്കലും പുറമേ കാണിച്ചിരുന്നില്ല എന്ന് സഹപാഠികളും അധ്യാപകരും പറയുന്നു. ആദ്യം ദൈവം എന്ന തലക്കെട്ടിലുള്ള അവളുടെ പുസ്തകവും ശ്രദ്ധേയമാണ്. അബാദയുടെ വിശുദ്ധ പദവിക്ക് തുടക്കമിടണമെന്ന് ആവശ്യപ്പെട്ട് ഗോഡ് ഫസ്റ്റ് അസോസിയേഷൻ സഭാ നേതൃത്വത്തിന് നിവേദനം നൽകിയിരുന്നു. അതിന്റെ ഫലമായാണ് സഭയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്തുത നീക്കമെന്ന് ദേശീയ മെത്രാൻ സമിതി വ്യക്തമാക്കി. അബാദയുടെ വിശുദ്ധ ജീവിതത്തിന് തെളിവായി ജനങ്ങളിൽ നിന്ന് സാക്ഷ്യപത്രം ക്ഷണിച്ചിരിക്കുകയാണ് വടക്കൻ ഫിലിപ്പീൻസിലെ ലവോഗ് രൂപത. അബാദയുടെ സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഇതിനകം തന്നെ സാക്ഷ്യപത്രങ്ങൾ രൂപതയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. വിശുദ്ധ പദവി എന്നത് കേവലം വൈദികർക്കോ സന്യസ്തർക്കോ ബിഷപ്പുമാർക്കോ മാത്രമുള്ളതല്ല, മറിച്ച് എല്ലാവർക്കും, വിശിഷ്യ യുവജനങ്ങൾക്കുള്ളതാണെന്ന ആഹ്വാനമാണ് അബാദ നമ്മെ പഠിപ്പിക്കുന്നതെന്ന് ലവോഗ് ബിഷപ്പ് റെനാറ്റോ മയഗ്ബയും വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കന ന്യൂസ്.